കാൽപന്ത് കളിയുടെ ലോകത്തെ അല്ലെങ്കിൽ കായിക ലോകത്തെ ഈ മണിക്കൂറുകളിലെ ഏറ്റവും വലിയ വാർത്ത അതുതന്നെയാണ്. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളിന് നോർവേയോടാണ് അവർ തോറ്റത്. ഇരട്ട ഗോൾ നേടിയ എർലിംഗ് ഹാലൻഡാണ് നോർവേയുടെ വിജയശില്പി. ബ്രസീലിന് മറ്റൊരു തിരിച്ചടി കൂടിയാണ്. 2002 ശേഷം ഒരു ലോക കിരീടം. ഇത്തവണ അവർ 6ാം ലോക കിരീടം എന്ന വലിയ സ്വപ്നവുമായാണ് എത്തിയത്. പക്ഷേ പ്രീ ക്വാർട്ടറിനപ്പുറം പോലും കടക്കാനാവാതെയാണ് മുൻ ലോക ചാമ്പ്യന്മാർ കാലിടറി വീഴുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് കൂടി ചേരുന്നു. അസർ, ഹെക്സ എന്ന വലിയ സ്വപ്നം, ആ 5 കിരീടങ്ങൾ നേടിയ ടീമില്ല, 6ാം കിരീടം നേടിയ ആദ്യ ടീമെന്ന വലിയ സ്വപ്നവുമായാണ് വന്നത്. ടീമിന് ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത് ബ്രസീലാണ്, ബ്രസീലിൽ നിന്ന് നല്ല കളി വരും. പ്രത്യേകിച്ച് ജപ്പാനെതിരായ പോരാട്ടത്തിലേക്ക് തന്നെ ആ പോരാട്ട വീര്യം കണ്ട് നോർവേ അടിച്ചിടുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ എർലിംഗ് ഹാലൻഡ് എന്ന ആ ബീസ്റ്റ് അത് അവതരിച്ചതോടുകൂടി ബ്രസീൽ ചിത്രത്തിലേ ഇല്ലാതായി. അവസാനം ഒരു പെനാൽറ്റി ഗോളിലൂടെ ആശ്വാസം. അതിനപ്പുറം ബ്രസീലിന് ഈ മത്സരത്തിൽ ഓർക്കാൻ തന്നെ ഒന്നുമില്ലായിരുന്നു. അനില്, ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ ആ നിശ്ചിത സമയം കഴിയുമ്പോൾ കാനറികളുടെ ചിറകരിഞ്ഞ് വൈക്കിംഗ് വിജയബേരി ഉയർന്നിരിക്കുന്നു. എർലിംഗ് ഹാലൻഡിൻ്റെ ഇരട്ട ഗോളിൽ ഒരിക്കൽ കൂടി ബ്രസീൽ കനക കിരീടത്തിലേക്ക് എത്താനാകാതെ പാതിവഴിയിൽ ആ യാത്ര അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നോർവേയുടെ ഒരു മുന്നേറ്റത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. 3-ാം മിനിറ്റിൽ തന്നെ ബ്രസീലിൻ്റെ വല ചലിപ്പിക്കാൻ നോർവേക്കായെങ്കിലും റഫറി ഓഫ് സൈഡ് വിധിച്ചതോടെ ബ്രസീൽ ആ ഗോളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ മുതൽ ഒരുപക്ഷെ തോൽവിയുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയാം. 10-ാം മിനിറ്റിൽ കുനിയെ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ലഭിക്കുന്നു. ആ പെനാൽറ്റി എടുക്കാൻ എത്തിയത് മധ്യനിരയിൽ നിന്ന് ഗുമേറസ് ആയിരുന്നു. എന്നാൽ ഗുമേറസിൻ്റെ ആ കിക്ക് ഗോൾ കീപ്പർ നീലൻഡ് തട്ടി അകറ്റുന്നു. അതോടുകൂടി മുന്നിലെത്താൻ ലഭിച്ച ആദ്യ പകുതിയിൽ തന്നെ, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുന്നിലെത്താൻ ലഭിച്ച ആ സുവർണ അവസരം ബ്രസീലിന് പാഴാകുന്നു. പിന്നീട് ചില നീക്കങ്ങൾ നോർവേയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല. നോർവേയുടെ ഡിഫൻസിലെ പിഴവുകൾ മുതലാക്കി ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ശ്രമങ്ങളിലും നീലൻഡ് ഒരു വില്ലനായി ബ്രസീലിയൻ താരങ്ങൾക്ക് മുന്നിൽ അവതരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രതീക്ഷിച്ച ഒരു മത്സരം ഉണ്ടായില്ല. പക്കറ്റ പരിക്കുപറ്റി പുറത്തേക്ക് പോകുന്നു. പകരം കഴിഞ്ഞ മത്സരത്തിൽ ഗോളിന് വഴിയൊരുക്കിയ ഗബ്രിയേൽ മാർട്ടിനെല്ലിയെ 11ലേക്ക് കൊണ്ടുവന്ന് മധ്യനിരയിൽ കളിപ്പിച്ചെങ്കിലും ആ ഒരു പരീക്ഷണം എത്രമാത്രം വിജയം കണ്ടു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ഈ മത്സരം അവസാനിക്കുന്നത്. 2ാം പകുതിയിലേക്ക് വരികയാണെങ്കിൽ ഇരു ടീമുകളും ഒരു പതിഞ്ഞ രീതിയിലായിരുന്നു മത്സരത്തിൽ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ എൻട്രിക്കിന് പിന്നീട് ഗോൾ നേടാൻ ലഭിച്ച ഒരു മികച്ച അവസരം എൻട്രിക്കും പാഴാക്കുന്നു. എന്നാൽ 79-ാം മിനിറ്റിലും 90-ാം മിനിറ്റിലും ബ്രസീലിന്റെ പ്രതിരോധ പൂട്ട് തകർത്ത് എർലിംഗ് ഹാലൻഡ് നോർവേയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.